ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് പാപം ചെയ്യാതെ ഈശോയുമായി ഒരു സ്നേഹബന്ധത്തിലായിരുന്നു കൊണ്ട് ഇപ്പോഴും ഒരു ആത്മീയ ജീവിതം നയിക്കണമെന്ന്. എന്നാൽ നമ്മൾ മനുഷ്യരാണ്, ബലഹീനരാണ്, നമ്മളെപ്പോഴും പാപത്തിലൊക്കെ വീണു പോകാറുണ്ട്. നമ്മളല്ല, ഞാൻ. നമ്മൾ പാപം ചെയ്ത് ഈശോയിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഈശോയിലേക്ക് അടുക്കുവാൻ വേണ്ടിയാണ് തിരുസഭ നമുക്ക് കുമ്പസാരം എന്ന കൂദാശ നൽകിയിരിക്കുന്നത്. നമ്മൾ കൂടെ കുമ്പസാരിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം രാവിലെ പള്ളിയിൽ പോയി കുമ്പസാരിച്ചു. വൈകുന്നേരം ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ സുഹൃത്തുമായിട്ട് സംസാരിച്ച് ഓരോ കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞ് മുൻപോട്ട് പോയി. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് വ്യക്തികളെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞു. ഈ കുറ്റം പറഞ്ഞ് ഞങ്ങൾ രണ്ട് വഴിക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നൊരു ദൈവാനുഭവം നഷ്ടപ്പെട്ടു പോയ പോലെ എനിക്കൊരു തോന്നൽ വന്നപ്പോൾ ഞാനിങ്ങനെ ഈശോയോട് പ്രാർത്ഥിച്ചു, ഈശോയെ ഞാനിങ്ങനെ കുറ്റം പറഞ്ഞല്ലോ എന്നിങ്ങനെ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ ഇത് ന്യായീകരിക്കാതെ ഈശോയോട് ഇത് ക്ഷമ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനിപ്പോഴും ഇങ്ങനെ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാനിങ്ങനെ കുറ്റം പറഞ്ഞു പോയി, എനിക്ക് തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണമേ എന്നിങ്ങനെ പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് എന്നിലേക്ക് പിന്നെയും ഈ ദൈവാനുഭവം ഇങ്ങനെ കടന്നു വരുന്ന പോലെ വന്നു. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പിതാവായ ദൈവം ആദത്തോടും ഹവ്വായോടും പറയുന്നുണ്ട്, തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ പഴം പറിച്ചു തിന്നരുത്. എന്നാൽ സർപ്പം ഇവരെ വഞ്ചിച്ചു, ഇവര് പഴം പറിച്ചു തിന്നു. പിതാവായ ദൈവം ആദത്തോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഈ ആദം പിതാവായ ദൈവത്തോട് പറയുന്നുണ്ട്, ഹവ്വ എനിക്ക് പഴം പറിച്ചു തന്നു. ഇവിടെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചെറിയ പാപങ്ങൾ ചെയ്യുമ്പോൾ അത് ന്യായീകരിക്കാതെ അപ്പോൾ തന്നെ നമ്മൾ ഈശോയോട് പറയണം, ഈശോ എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അടുത്ത കുമ്പസാരത്തിൽ നമ്മൾ ഈ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ഈശോയുമായി എപ്പോഴും ഒരു സ്നേഹബന്ധത്തിൽ നമുക്കൊരു ആത്മീയ ജീവിതം നയിക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ചെറിയ പാപങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സംസാരത്തിലൂടെ നോട്ടത്തിലൂടെ ഒക്കെ നമ്മളിങ്ങനെ പാപത്തിലേക്ക് വീണു പോകുമ്പോൾ അപ്പോൾ തന്നെ ഈശോയോട് പറയണം, ഈശോയെ എനിക്ക് തെറ്റുപറ്റി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഈശോയുമായുള്ള ഒരു സ്നേഹബന്ധത്തിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കും. അടുത്ത കുമ്പസാരത്തിൽ തന്നെ ആ പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യണം. ഈശോ നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവിന്റെ മാധ്യസ്ഥവും സാന്നിധ്യവും എപ്പോഴും നിങ്ങളോട് ഓരോരുത്തരോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.